വെറുമൊരു ബിരുദമല്ല, മികച്ചൊരു കരിയർ. ആധുനിക സൗകര്യങ്ങളും സുരക്ഷിതമായ ഹോസ്റ്റലുകളും ഇവിടെ നിങ്ങൾക്കായി ഒരുങ്ങുന്നു. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ. 3 മാസം പ്രായമുള്ള കൂത്താട്ടുകുളം സ്വദേശി ധ്രുവാനെ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കാൻ വേണ്ടത് 16 കോടി രൂപ. ഗുരുതര രോഗം ബാധിച്ച കുഞ്ഞിനെ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കാൻ കുടുംബം സുമനസുകളുടെ സഹായം തേടുന്നു. ഗുരുതരവും ജീവന് ഭീഷണിയുമായ രോഗം ബാധിച്ച 3 മാസം മാത്രം പ്രായമുള്ള ധ്രുവാന്റെ ജീവന് വൈദ്യശാസ്ത്രം വിധിച്ചിരിക്കുന്നത് 16 കോടി രൂപയാണ്. തങ്ങളുടെ ഏക മകൻ ധ്രുവാനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിക്കുകയാണ് ദിവസവേതനക്കാരായ മാതാപിതാക്കൾ അനന്തവും അശ്വതിയും. ഗുരുതരവും ജീവന് ഭീഷണിയുമായ ന്യൂറോ മസ്കുലർ ഡിസോർഡറായ സ്പൈനൽ മസ്കുലർ അട്രോഫി ടൈപ്പ് 1 ആണ് ധ്രുവാന് ബാധിച്ചിരിക്കുന്നത്. കുട്ടിയുടെ കാലുകളുടെ ചലനം കുറഞ്ഞു വന്നതോടെയാണ് പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടത്. കോലഞ്ചേരി മെഡിക്കൽ കോളേജിലെ ചികിത്സയിലാണ് രോഗം തിരിച്ചറിഞ്ഞത്. തുടർന്ന് ആസ്റ്റർ ഉൾപ്പെടെ വിവിധ ആശുപത്രികളിൽ പരിശോധനകൾ നടത്തി. നിലവിൽ ചെറിയൊരു മാറ്റം പ്രകടമാണെങ്കിലും ജീൻ തെറാപ്പി ആരംഭിക്കണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. ധ്രുവാന്റെ ജീവൻ രക്ഷിക്കാൻ സാധ്യതയുള്ള മരുന്ന് വിദേശത്തു നിന്നെത്തിക്കണം. ജീൻ തെറാപ്പി കുട്ടിയുടെ മൊത്തത്തിലുള്ള ആരോഗ്യം, മോട്ടോർ പ്രവർത്തനം, അതിജീവനം എന്നിവ മെച്ചപ്പെടുത്തുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ചെറിയ വരുമാനം കൊണ്ട് ദൈനംദിന ചികിത്സ പോലും മുടങ്ങുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് കുഞ്ഞിന്റെ പിതാവ് അനന്തു പറഞ്ഞു. 1-ാം മാസത്തിലാണ് ശരിക്കും പറഞ്ഞാൽ സിംറ്റംസ് കാണിച്ചു തുടങ്ങിയത്. കാല് മൂവ്മെൻറ്റുകൾ ശരിക്കും കുറഞ്ഞു തുടങ്ങി, കാല് പൊക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു. അപ്പം അങ്ങനെ കാണിച്ചതിന് ശേഷമാണ് ഡോക്ടറെ കാണിച്ചത്. ആദ്യം ഡോക്ടർമാരും വലിയ രീതിയിൽ കാര്യമായിട്ട് എടുത്തില്ല. നോർമലി ശരിയാവും, ചില പിള്ളേർക്ക് അങ്ങനെ വരാറുണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷേ കുറച്ച് കഴിഞ്ഞ് പിന്നെ സൗണ്ടിൻ്റെ ശക്തികൾ കുറേ കരയുമ്പോൾ വീക്ക്നെസ്സൊക്കെ വന്നു തുടങ്ങി, കരയുമ്പോൾ ഒച്ചയിലാണ്ടായി തുടങ്ങി. പിന്നെ കൈയുടെ മൂവ്മെൻറ്റുകളും പിന്നീട് കുറഞ്ഞു. അപ്പം അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഡോക്ടറെ കാണിച്ച് ഒരു പീഡിയാട്രി ന്യൂറോനെ കാണിക്കാൻ പറഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് കോളേജിൽ MOICയിൽ കാണിച്ചു. അപ്പോൾ അങ്ങനെ കാണിച്ചെങ്കിൽ ഡോക്ടർ അവിടുന്ന് ജനറ്റിക് ടെസ്റ്റ് ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് പ്രകാരം ജനറ്റിക് ടെസ്റ്റ് ചെയ്തു. അത് 2-3 ആഴ്ച എടുത്തു അതിൻ്റെ റിസൾട്ട് വരാൻ. ആ റിസൾട്ട് വന്നപ്പോഴത്തേനും അവനങ്ങനെ SMA എന്ന് പറഞ്ഞ് സ്പൈനൽ മസ്കുലർ അട്രോഫിയുടെ ടൈപ്പ് 1 ആണെന്ന് ഡയഗ്നോസ് ചെയ്തു. അത് ബാംഗ്ലൂർ മെഡ്ജനോം എന്ന് പറഞ്ഞ ലാബിലാണ് ടെസ്റ്റ് ചെയ്തത്. അത് ഡോക്ടർ ഇങ്ങനെ സംഭവം ഡയഗ്നോസ് ചെയ്തതിന് ശേഷം പറഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് മെഡിസിൻ ഒന്നും ഇല്ലാണ്ട് ഒരു 4 മാസത്തോളമൊക്കെ സർവൈവൽ കാണുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഡോക്ടർ തന്നെ അവിടുന്ന് മെഡിസിൻ അറേഞ്ച് ചെയ്തു. എൻ്റെ ഒറിജിനൽ മെഡിസിന് നല്ല കോസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് അത് പറ്റുന്നില്ല, ഒരു ഫാമിലിനെ കൊണ്ട് അങ്ങനെ ഇത് ലൈഫ് ലോങ് കഴിക്കണം എന്നും ഡോക്ടർ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് ബോട്ടിൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇപ്പോൾ മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതായത് എൻ്റെ കരച്ചിലിൻ്റെ ശക്തി കുറച്ചുകൂടെ മാറ്റം വന്നു, കരയുമ്പോൾ സൗണ്ടൊക്കെ ആയി. കൈയുടെ മൂവ്മെൻറ്റുകളാണെങ്കിലും പണ്ടത്തെ അപേക്ഷിച്ച് കുറച്ച് കൂടിയിട്ടുണ്ട്. കാല് പക്ഷേ പഴയ പോലെ തന്നെയാണ്, സ്ട്രെങ്ത് ഉണ്ട്. പക്ഷേ കാലെന്നാലും പൊക്കാനും കാര്യങ്ങൾക്കൊന്നും പറ്റില്ല. പിന്നെ അതിനുശേഷം നമ്മൾ കുറേ ഹോസ്പിറ്റലുകൾ കാണിച്ചു. നമ്മൾ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അവിടുന്ന് ഡോക്ടറും പറഞ്ഞു ഇങ്ങനെ ഒരു ജീൻ തെറാപ്പി എന്ന് പറയുന്ന തെറാപ്പി ഉണ്ട്. അപ്പോൾ അതിന് നമുക്ക് ബാംഗ്ലൂർ USA നിന്ന് വരുന്ന മെഡിസിൻ ആയതുകൊണ്ട് ഒരു 16 കോടി സംതിങ് രൂപയാണ് അവർ പറയുന്നത് മെഡിസിനുള്ള കോസ്റ്റ്. അപ്പോൾ അത് ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റും കാര്യങ്ങളും വരും. ഇവനിപ്പോൾ കഴുത്തുറപ്പിയോ അങ്ങനെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ സപ്പോർട്ടീവായിട്ട് എന്തെങ്കിലും ഇത് വേണമെങ്കിൽ അങ്ങനെയുള്ള മെയിൻ ട്രീറ്റ്മെൻറ്റ് തന്നെ ചെയ്യണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതുപ്രകാരം ഞങ്ങൾ കുറേ ഹോസ്പിറ്റലുകൾ പോയി അന്വേഷിച്ചപ്പോൾ അവിടെയൊന്നും ഇതിനെക്കുറിച്ച് അവർക്ക് അറിവില്ല, ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. ലാസ്റ്റ് ഒരു ഹോപ്പായിട്ടാണ് നമ്മൾ കോഴിക്കോട് മിംസിൽ ചെന്നത്. അവിടുത്തെ ഒരു ഡോക്ടർ സ്മിലു എന്ന ഡോക്ടർ നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുവാണെങ്കിൽ അവന് നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇത്രയും കോസ്റ്റ് ആയതുകൊണ്ട് അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അറിയില്ല, കാരണം സപ്പോർട്ട് കാര്യങ്ങളൊന്നും കിട്ടില്ല, നിങ്ങൾ തന്നെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അതുപ്രകാരം നമ്മളിവിടെ നാട്ടിൽ വന്ന് മുനിസിപ്പാലിറ്റിയിലൊക്കെ സംസാരിച്ച് അങ്ങനെ ഒരു അക്കൗണ്ട് കൂടാമെന്നും സമിതി പോലെ ഉപയോഗിച്ചു. അതുപ്രകാരം അക്കൗണ്ട് കൂടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കി കാര്യങ്ങൾ അതിൻ്റെ രീതിയിലുള്ള ഫണ്ട് റേസ് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ 16 കോടി രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വലിയ എമൗണ്ടാണ്. എല്ലാവരെ കൊണ്ടും പറ്റുന്ന രീതിയിൽ ചെറിയ എമൗണ്ടുകളാണെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അത് മാക്സിമം ഷെയർ ചെയ്യുവാണെങ്കിൽ ചെയ്യാൻ പറ്റുന്നവർക്കും ചെയ്യാൻ പറ്റും. ചെറിയ എമൗണ്ടുകളാണെങ്കിലും ഇടുവാണെങ്കിൽ
എങ്ങനെയാലും ഇത് ട്രീറ്റ്മെൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഇമ്പ്രൂവ്മെൻറ്റ് കാര്യങ്ങൾ വരുമെന്ന് നമുക്കൊരു പ്രതീക്ഷയുണ്ട്. ധ്രുവാനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ കൂത്താട്ടുകുളത്തെ സ്വകാര്യ ആശുപത്രി ജീവനക്കാരായ മാതാപിതാക്കൾ സുമനസ്സുകളുടെ സഹായം തേടുകയാണ്. കുട്ടിയുടെ ചികിത്സയ്ക്കായി കൂത്താട്ടുകുളം നഗരസഭയിൽ യോഗം ചേർന്ന് അനൂപ് ജേക്കബ്, നഗരസഭാ ചെയർമാൻ റെജി ജോൺ എന്നിവരുടെ നേതൃത്വത്തിൽ സഹായ സമിതി രൂപീകരിച്ച് ധനസമാഹരണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. സ്വർണം വിൽക്കുവാൻ ഏറ്റവും നല്ലത് നമ്മുടെ അച്ചയൻസ് തന്നെ. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ്. എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ ഒന്നാന്തരം വിലയിൽ സ്വർണം വിൽക്കാം. അത് നേരാ. അച്ചയൻസ് ഗോൾഡ് ആകുമ്പോ വിശ്വസ്തതയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം. വിൽക്കുന്ന സ്വർണത്തിന് കൂടിയ വില കിട്ടും. എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട്. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916.